ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം? ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ് സീരിയസ്. ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമരംഗം നേരിടുന്ന അതിതീവ്രമായ ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സത്യം വിളിച്ചു പറയുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക എന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി മാറുകയാണ്. 2026 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക അഥവാ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പുറത്തുവിടുമ്പോൾ ഈ വർഷം ഇന്ത്യയുടെ സ്ഥാനം 180 രാജ്യങ്ങളിൽ 157 സ്ഥാനത്തേക്ക് താണിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും വീണ്ടും ഇന്ത്യയുടെ സ്ഥാനം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. 2025 151 സ്ഥാനത്തിലേക്ക് താഴ്ന്ന ഇന്ത്യ ഈ വർഷം 157 വീണ്ടും താഴുകയാണ് ചെയ്തത്. അയൽ രാജ്യങ്ങളായ നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളെക്കാളും പിന്നിലാണ് ഇപ്പോൾ ഇന്ത്യ. ഈ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? യുദ്ധഭൂമിയിൽ എന്ന പോലെ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടപ്പെടുന്ന ഫലസ്തീന്റെ പോലും പിന്നിലാണ് ഇന്ന് ഇന്ത്യ. ഹരിയാന, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് IFJ, FSC കണക്കുകൾ അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഉണ്ടായത് 9 കൊലപാതകങ്ങളും 33 അറ്റാക്കുകളുമാണ് ജേർണലിസ്റ്റുകൾക്കെതിരെ അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സിനെതിരെ. ഇത് കണക്കിൽ ഉൾപ്പെട്ടത് മാത്രം. ചന്ദ്രകാർ, രാജീവ് പ്രതാപ്, ശശികാന്ത് തുടങ്ങിയ എല്ലാവരും ഇതിൽ ഉൾപ്പെടും. എന്തുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം? എത്ര വലിയൊരു ജനാധിപത്യ രാജ്യമാണെന്ന് പറഞ്ഞാലും ഭരണകൂടത്തിന് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും ജനങ്ങളുടെ സ്വരമായിട്ടും മാധ്യമങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്തിടത്ത് ജനാധിപത്യം തകർന്നടിയുക തന്നെ ചെയ്യും. ആക്സിഡന്റ് ഡെത്തായും ഗൺ ഷൂട്ടായും വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ടും കൊല്ലപ്പെടുന്ന ഓരോ മാധ്യമ പ്രവർത്തകനും മറയ്ക്കപ്പെടുന്ന ഓരോ സത്യങ്ങളാണ്. എന്തായാലും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ RSF അതിഗുരുതര കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജോർജ് ഓർവെലിന്റെ ഒരു വാചകമാണ് ഓർമ്മ വരുന്നത്. ജേർണലിസം ഈസ് പ്രിന്റിംഗ് വാട്ട് സംവൺ ഡസ് നോട്ട് വാണ്ട് പ്രിന്റഡ്. എവറിത്തിങ് എൽസ് ഈസ് പബ്ലിക് റിലേഷൻസ്. സത്യല്ലേ? എല്ലാം കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല.